ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളെന്തൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. ചലഞ്ചിന്റെ പേര് ലോഡ് ചൂസസ് വാട്ട് വി ഡു ടുഡേ. ഓക്കെ, അതായത് സിംപ്ലി പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ കുറെ ചീട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചീട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ചീറ്റിൽ നമ്മൾ കുറെ ഓപ്ഷൻസ് ഇടും. ഇന്ന് നമ്മൾ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ഓപ്ഷൻസ് ചീട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളത് ചൂസ് ചെയ്തിട്ട് കിട്ടുന്ന എന്താണോ അതേ നമ്മളത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളിന്ന് എന്ത് ഇടുന്നു എന്നുള്ളത് വെച്ച് നമുക്ക് ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇതൊക്കെ നമ്മളിന്ന് എന്ത് കഴിക്കുന്നു, നമ്മൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നോ അത് ഫുൾ നമ്മൾ ഇങ്ങനെ ലക്കി ലോട്ട്സ് എഴുതി ആക്ച്വലി നമ്മളിപ്പോ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. സോ ദ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ്, ഞാനൊരു പെസ്കറ്റേറിയൻ ആണ്. ഐ ഓൺലി ഈറ്റ് ഫിഷ്. ഷീസ് എ നോൺ വെജിറ്റേറിയൻ. സോ ഞങ്ങളുടെ ഫുഡ് ചോയ്സസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇവള് കൂടുതലും വെജ് ആണ് പ്രിഫർ ചെയ്യുന്നത്, ഇതോ ഫിഷ് അല്ലെങ്കിൽ വെജ്. അപ്പൊ ഇവള് വെജ് പ്രിഫർ ചെയ്യുന്ന വെജ് തീരെ ഇഷ്ടമല്ല. മുട്ട വറുത്ത് ഇങ്ങനെ തിന്നാൻ പറ്റില്ല. അപ്പൊ ഫുഡിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെടും. പക്ഷെ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് വാട്ട് വി വെയർ ടുഡേ. അപ്പൊ സോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏത് ചോയ്സ് ആണ് നമ്മൾ എടുക്കുന്നത്? നമ്മള് ലോട്ടില് ആക്ച്വലി കുറച്ച് കാഷ്വലും ഉണ്ട്. കാഷ്വൽ, സിമ്പിൾ കാഷ്വൽ സാരി വരും. അപ്പൊ സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡ്രസ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. സോ നമുക്ക് ചൂസ് ചെയ്യാം. അല്ല, ഒരാൾ എടുത്തതിന് ശേഷം എടുക്കുന്ന അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയ ഓപ്ഷൻ എനിക്ക് കിട്ടാതിരിക്കും. ചാൻസസ് പ്രോബബിലിറ്റി കുറവായിരിക്കും. സാരി വെച്ച് കണ്ടിരിക്കാനും കുർത്ത കുർത്ത അത് ഞാൻ എടുക്കുന്നില്ല. എന്നാല് വേറെ എടുക്കാം. രണ്ടാമത്തെ കിട്ടിക്കോട്ടെ. എനിക്ക് ടെൻഷൻ വന്നു. സാരി ഏത് സാരി കൊടുക്കണമെന്നേ അറിഞ്ഞൂടെ. ഇവിടെ ആണെങ്കിൽ സാരി ഒന്നും ഇല്ല, ഒക്കെ വീട്ടിലൊക്കെ തന്നെയാ. സാരി ഉണ്ടെങ്കിൽ അതിന്റെ ബ്ലൗസ് ഇല്ല, ബ്ലൗസ് ഉള്ളതിന് സാരി ഇല്ല. ഞാൻ ജീൻസും ടോപ്പും എന്നാലും കുഴപ്പമില്ല. സാരി കിട്ടിയിട്ട് കുളിക്കൊണ്ടിരിക്കുന്നത് എടുക്കട്ടെ. ഞാൻ ഭയങ്കര ടെൻഷനാവുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അയ്യോ, നമ്മള് ഒരുങ്ങാൻ കുറച്ച് സമയം എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാരി എടുത്തൊന്നും പോവാൻ റെഡി അല്ല ഞാൻ. കാരണം ഇന്നിപ്പോ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മള് ഈ അടുത്തൊന്നും ഇപ്പൊ കേറാൻ പോകുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സ് ആക്ച്വലി ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് മിക്കവാറും നാളെ പുലർച്ചെ വീട്ടിൽ കയറുള്ളൂ. അതുവരെ ഞാൻ സാരി എടുത്ത് വെക്കും. കല്യാണത്തിന് ഞാൻ പോയ പോലെ സാരി കണ്ടുപിടിക്കണം ഇനി ആദ്യം തൊട്ട്. നെക്സ്റ്റ് നമ്മള് മാങ്ങ കഴിക്കാം. മാങ്ങ ലോട്ടിലില്ല കേട്ടോ. അത് ചീഞ്ഞു പോകുന്ന തിന്നില്ലെങ്കില് ഒക്കെ പറയണം. അപ്പോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് ആണ്. ഒന്ന് വെരി ലൈറ്റ് മേക്കപ്പും ഒന്ന് ഹെവി മേക്കപ്പും ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നോ മേക്കപ്പ് ഇടാനുള്ളൊരു ധൈര്യം ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ എടുക്കാം. നീ എടുത്തതിന്റെ മറ്റേതായിരിക്കുമല്ലോ എനിക്ക്. അങ്ങനല്ല, 2 വട്ടം ഇടാം അല്ലേ? ശരി. മേക്കപ്പ് ആണ് തോന്നുന്നത്. ഹെവി ബെബക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ്, എനിക്കറിയാം. മറ്റത് മതി എനിക്ക്. എന്തിനാ 2 വട്ടം ഇടുന്ന? എനിക്കും മറ്റേത് നമ്മൾ അങ്ങനെ കുർത്ത നമ്മൾ എടുത്തില്ലല്ലോ. സാരി എടുത്തിട്ട് നോർമൽ മേക്കപ്പ് ഇടണം. ഞാൻ കുർത്തെടുത്തിട്ട് ഞാൻ ഹെവി മേക്കപ്പ് ഇടണം. ലൈറ്റ് മേക്കപ്പ് ആണ് എനിക്ക്. ഓക്കെ, ഹെവി മേക്കപ്പ്. എന്താണ് സാരി കൊടുക്കുന്നത്? അത്രക്കൊന്നും നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിത് സാരി ഉടുത്ത് മേക്കപ്പ് ചെയ്യുമ്പോ കണ്ടാലോ? കണ്ടാവോ? നമ്മള് എത്ര മണിക്ക് നമ്മള് ഒരുങ്ങാൻ തുടങ്ങിയത്? നമ്മളൊരു 2-2:30 ആയപ്പോഴും ഒരുങ്ങാൻ തുടങ്ങിയത്. എന്റെ ഇടയിൽ കുളിക്കാൻ പോയി. ഇപ്പൊ ഏകദേശം 5 മണിയായി. നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരുന്ന ലഞ്ചിന് വേണ്ടിട്ട്. ഹൈലൈറ്റ് ഓഫ് ദ ഡേ എന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേറ്റത്തിന് ശേഷം ഇതുവരെ നമ്മൾ നേരത്തെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോ കുറച്ച് മാങ്ങ കഴിച്ചല്ലോ. അതൊന്നും കഴിച്ചിട്ടില്ല.
ഞങ്ങള് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നത് അറിയായിരുന്നല്ലോ. അതെ, ലഞ്ച് കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഇപ്പൊ അത് ലഞ്ച് ആയിട്ട് ഡിന്നർ കഴിക്കാനുള്ള സമയമായി. കുഴപ്പമില്ല. ഒരുങ്ങിട്ടാണല്ലോ കഷ്ടപ്പെട്ട് ഞാനൊരു പഴയ കോട്ടൺ സാരി ഒപ്പിച്ചെടുത്താണ്. കാരണം എന്റെ കയ്യിൽ ബാക്കിയുള്ളതൊക്കെ പട്ട് സാരിയാണ്. അതെടുത്ത് ലുലുമോളിൽ പോകാനുള്ളൊരു ഒഡാസിറ്റി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം കിട്ടിയ സാരി എടുത്തു. പക്ഷെ ഇങ്ങനെ ഹൈപ്പ് തന്നോണ്ടിരിക്കും സൈഡിലിരുന്ന്. ഒരു ഇൻഫ്ലുവൻസർ ഫ്രണ്ടിന് വേണ്ട ഒരു ഫ്രണ്ടാണ് ഞാൻ. ഞാൻ അനാവശ്യമായി മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ഓക്കെ ഗൈസ്, ഞാനപ്പോ സാരിയും എന്റെ ലൈറ്റ് മേക്കപ്പും ആണ് ചെയ്തിട്ടുള്ളത്. എന്റെ കുട്ടി എത്രയും കുഴുത്തയും ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഐ മേക്കപ്പ് ഒക്കെ ഭയങ്കര കിടലനായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ 5 മണിക്കൂർ എടുത്ത് സാരി എടുക്കുന്നതല്ല. സാരി ഞാൻ 10 മിനിറ്റ് എടുത്തു. എന്റെ കുട്ടി 5 മിനിറ്റ് എടുത്ത് ഐ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. റീഡോ ചെയ്ത് ഗൈസ് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഇതുമായിട്ടും എന്റെ മേക്കപ്പ് മാച്ച് ചെയ്യണം എങ്ങനെയെങ്കിലും. പക്ഷെ പറ്റുന്നില്ല എനിക്ക്. പക്ഷെ പിന്നെ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് നമ്മൾ ഇനി എവിടുന്ന് ഫുഡ് കഴിക്കും എന്നുള്ളതായിരുന്നു. നമ്മൾ ലഞ്ച് ഓപ്ഷൻസ് ആണ് എഴുതി ഇട്ടിരിക്കുന്നത്. കാരണം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നതായിരുന്നല്ലോ നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ. കുഴപ്പമില്ല, നമുക്ക് എവിടെയാണ് കിട്ടുന്നത് അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഒരു മന്തിക്കട കിട്ടരുത്. മന്തിക്കട കിട്ടണേ. എനിക്ക് നോണ് കഴിക്കാനാണ് സത്യമായിട്ടൊന്നും മൂടിക്ക് വെച്ച് കഴിക്കാൻ മൂടിയില്ല. പക്ഷെ എന്റെ ഇന്നത്തെ ഒരു ലക്ക് വെച്ചിട്ട് ഓക്കെ ഞാൻ പ്രാർത്ഥിച്ചാലങ്ങനെ വേസ്റ്റ് ആവാറില്ല. ഗൈസ് അതിങ്ങനെ ഗുഡ്. ഞാൻ അല്ലെന്ന് പറയുന്നില്ല, നല്ല കട തന്നെയാണ്, നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ വെജ് ആണ്. പക്ഷെ തഹിലിയാനി ഈസ് ഗുഡ് ഗൈസ്, ഇറ്റ്സ് നോട്ട് ബാഡ്. നീ അതിനകത്ത് ഗോകുലൂട്ട് വരെ വരാൻ എഴുതിയിട്ടുണ്ട്. അത്രയൊന്നും കിട്ടിയില്ലല്ലോ. നമ്മൾ ഈ ഗോകുലൂട്ട് പരിഹാരം കണ്ടാ വിചാരിക്കും നമ്മള് ഇതുകൊണ്ട് ഡീഗ്രേഡ് ചെയ്ത്. ഇതൊക്കെ നല്ലതാട്ടോ. എനിക്ക് എനിക്കിപ്പോ നോൺ കഴിക്കാൻ വെജ് കഴിക്കാൻ മൂടുള്ളപ്പോ നമ്മള് ഗോകുലൂട്ട് വരെ തഹിലിനൊക്കെ തന്നെ നമ്മൾ പോവാറുള്ളത്. എനിക്ക് നോൺ കഴിക്കാൻ മൂടായത് കൊണ്ടൊന്നുമില്ല. എന്നെ കുറിച്ച് അങ്ങനെ ആരും ആലോചിക്കാറുണ്ടെങ്കിൽ എനിക്ക് മാത്രം ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് തൈരാനിയിലോ ഗോകുലൂട്ട് വരിലോ പോകും. അങ്ങനെ പറയരുത്. കാരണം ഞങ്ങള് 8-10 പേരുണ്ട് ഗാങ്ങിൽ. ഇവള് മാത്രമേ വെജ് ഉള്ളൂ. അപ്പൊ ഈ 8 പേരുടെ സംഭവം ശുഭം കഴിക്കാൻ വരാറില്ലല്ലോ. ഇവള് ശുഭം മാത്രമേ വെജ് ഉള്ളൂ. ശുഭം മിക്കപ്പോഴും കഴിച്ചിട്ടാണ് വരാറ്, കഴിക്കാൻ വരാറില്ല. ഇവളാണ് വരാറുള്ളത്. എന്ത് ചെയ്യാനാ, ഇവള് വരുന്ന ദിവസം മിക്കപ്പോഴും അവരൊക്കെ ഇടുന്നത് മന്തി ആയിരിക്കും. അപ്പൊ ഇവളവിടെ പോയിട്ട് റൈസ് മാത്രം. ഞാൻ കാര്യം പറയട്ടെ, ഇവള് കഴുപ്പ് ഇവള് അഹങ്കാരം കാരണമാണ് കഴിക്കാത്തത്. ഇവള് വെജ് കഴിച്ചതല്ല. അവള് ഇടയ്ക്ക് വെച്ചിട്ട് ചിക്കൻ കുരുവൊക്കെ വരുന്നതും കൊണ്ട് ചിക്കൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് കിട്ടി. നമ്മൾ തഹിലാനി പോവാണ്. താല്പര്യം ഇല്ല. എന്നാലും അവിടെ നമുക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് ചൂസ് ചെയ്യാൻ. സോയ കിട്ടില്ല, അത് പറ്റില്ലേ? അതുകൊണ്ട് അതും ചൂസ് ചെയ്യണം. ഭയങ്കര ഇപ്പൊ തന്നെ സാരി ഞാൻ പറഞ്ഞ എന്റെ വൃത്തിയുടെ ദിവസം തോന്നുന്നു. ഹെവി മേക്കപ്പെങ്കിലും കിട്ടിയില്ല, അത്ര എനിക്ക് സന്തോഷമുള്ളൂ. ഓക്കെ ഗൈസ്, അവിടെ കാണാം. എന്താ നമ്മള് ഹായ് ഗൈസ്, തഹിലിയാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താല്പര്യമില്ല ഗൈസ്, പറയണല്ലോ. കഴിഞ്ഞ ദിവസം തഹിലിയാനിന്ന് കഴിച്ചല്ലേ ഉള്ളൂ. എനിക്ക് തീരെ താല്പര്യമില്ല തഹിലിയാനിന്ന് കഴിക്കാൻ വേണ്ടിട്ട്. വല്ലപ്പോഴല്ലേ അതൊക്കെ ആവാം. ഐ തിങ്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എനിക്ക് നല്ല ഓപ്ഷനാണ് കൂടെ. അവക്ക് നല്ല ഓപ്ഷനാണ്. എന്താണ്, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷെ മന്തി കഴിക്കുന്ന മൂടില് പൂരി കഴിക്കാൻ പറ്റില്ല. നമ്മൾ തഹിലിയാനി എത്തിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് പറ്റും എനിക്ക് പാടുണ്ട്. നമ്മള് ലോട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം ആയിട്ടാണ് ഇഷ്ടമുള്ളത്. ചോല ഭട്ടൂര ഉണ്ട്, പാവ് ഭാജി ഉണ്ട്, പിന്നെ 2 ചാട്ട് ഐറ്റംസ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് സാധനങ്ങളായിട്ട് എനിക്ക് തീരെ വലിയ താല്പര്യമൊന്നുമില്ല ചോല ഭട്ടൂര. ഇന്ന് ഫുൾ പോക്ക.
അറ്റ്ലീസ്റ്റ് എനിക്ക് ചോലെ ഭട്ടൂരെങ്കിലും കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒക്കെ മതിയായിരുന്നു. ചോലെ ഭട്ടൂരെ. So guys, ലസ്സി വാങ്ങിട്ട് ഗൈസ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ തൈരും ലസ്സി ഒന്നും. ലാക്ടോസ് ഇൻടോളറന്റ് ആയിട്ടുള്ള ആൾക്കാർ ലസ്സി കഴിച്ചോക്കെ. എനിക്ക് പോലും പറ്റുന്നില്ല. എടാ ഞാൻ ചെറുപ്പം തൊട്ട് തൈര് കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഈ തൈര് പൊതുവെ ഇഷ്ടമല്ല. കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല ഇത് എനിക്കുള്ള ലസ്സിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചപ്പോ ഡ്രൈ ഫ്രൂട്ട് ലസ്സി പറയില്ല. അപ്പൊ ഇവിടെ ആന്ന് പറഞ്ഞു കഴിച്ചു. കാരണം ഡ്രൈ ഫ്രൂട്ട് ലസ്സി രസം ഉണ്ടെന്ന് ശുഭം പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ നിനക്കും കൂടി വേണ്ടി പറഞ്ഞു. ഓ ഒന്ന് കുടിച്ച് തീർക്കാൻ പറ്റാത്ത പോലെയൊക്കെ. നമ്മുടെ ചോലെ ഭട്ടൂരെ പറഞ്ഞിട്ട് ഗൈസ് എന്ന് വരും അറിയില്ല. അതിന്റെ ഈ ലസ്സി ഇവിടെ ലോട്ടിലുള്ള കേട്ടോ, കള്ളക്കളിയാണ്. എനിക്ക് ഫേവറബിൾ ആയിട്ടാണ് എല്ലാം ഓർഡർ ചെയ്യുന്നത്. ആഫ്റ്റർ പഠിപ്പിച്ച് കളഞ്ഞു. എത്ര നേരാണ് ഊരുണ്ടാക്കാം. പിന്നട്ടെ ഗൈസ് വിശന്നിട്ട് വയ്യ. സമയം ആക്ച്വലി 6 മണിയായി. അവനെന്നെ വിളിച്ചു 6 മണിയായി സമയം. ഇപ്പോഴാണ് ഞങ്ങള് ഫസ്റ്റ് മീൽ കഴിക്കുന്നത്. ഞങ്ങൾ ഒളിച്ചു ആലോചിക്കുന്ന പോലും ഇല്ല. ഒരു വിളി വിളിച്ചൂടെ? അവരിവിടെ എത്തി. വിളിച്ചു പറഞ്ഞപ്പോഴേക്കും വിളിച്ചു. പാവം ഉണ്ടല്ലേ കണ്ടു. അപ്പോൾ ചോലെ ഭട്ടൂരെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ലുലു മോളിലേക്ക് വന്നതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് എത്താണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട്. ആക്ച്വലി ആ എൻഡിൽ കണ്ട ഒരു ബ്ലൂ ഷർട്ടും ബ്ലാക്ക് ഷർട്ടും പിന്നെ ഒരു ബ്രൗൺ ബീച്ച് കളർ ടോപ്പൊക്കെ ഇട്ടിട്ട് 2-3 പേര് നിൽക്കുന്നുണ്ടല്ലേ. അവർ നമ്മുടെ ഫ്രണ്ട്സാണ്. അവർ നമ്മളെ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ അവർ കാണാതെ ഒളിച്ച് നിൽക്കുന്നതാണ് നിങ്ങളെ കണ്ടത്. സംഭവം എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒളിച്ച് നിൽക്കുമ്പോൾ അവർ നമ്മളെ കണ്ടുപിടിക്കാൻ വരും. നമ്മൾ ഒളിച്ച് നിൽക്കും, നമ്മൾ അവരെ കണ്ടുപിടിക്കും. ഞങ്ങളൊരു ഹൈഡ് ആൻഡ് സീക്ക് മയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഉപേക്ഷിച്ചു ഗൈസ്. വേണേ വാന്നുള്ള മൂടില്ല. അവർ ഹൈപ്പർ ബഡ്ജറ്റിലോട്ട് പോയി. ഞങ്ങൾ ലുലു മോളിൽ ഒറ്റയ്ക്കായി. അവസാനം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവർ വരുന്നവരവിടെ പകരമായി നോക്കിയിരുന്നു. കുഴപ്പമില്ല, മൂന്നിൽ ഞങ്ങൾക്ക് പണ്ടേ ശീലമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂര്യയുടെ കറുപ്പ് മൂവി കാണാൻ വേണ്ടി പോയതായിരുന്നു. ഇൻട്രോ കണ്ടല്ലോ, മാസം എന്ന് പറഞ്ഞാൽ വളരെ മാസം. പക്ഷെ എൻ്റെ പൊന്നളിയ സിനിമ സഹിക്കാൻ പറ്റൂല. എനിക്കറിയില്ല കേട്ടോ. ഞാൻ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര അടിപൊളി സൂപ്പർ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്റ്റോറിയിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അല്ല അറിയില്ല, എനിക്ക് വർക്കായില്ല കേട്ടോ സിനിമ. പക്ഷെ നമ്മൾ പട്ടിഷ തീരെ കുറയ്ക്കാൻ വേണ്ടിയല്ലേ. ഞങ്ങൾ ഭയങ്കര വിസിലടിയും കൂവലൊക്കെ ആയിരുന്നു. ഇൻട്രോ സീനിലൊക്കെ ഞങ്ങൾ ഭയങ്കര സൂപ്പറൊക്കെ മാസാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചത്ത കുത്തിയ പോലെ ഇരുന്ന് പോയിട്ടോ. എത്രയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തൊണ്ട കയറി അലർന്നത് തൊട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെ കുഴപ്പമില്ല, AC കുറച്ച് നേരം ഉറങ്ങാനൊക്കെ പറ്റി. പിന്നെ 550 രൂപയുടെ പോപ്കോൺ കഴിച്ച് തൃപ്തിയായി തിരിച്ചു പോന്നു. യെസ്, അങ്ങനെ സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ ഒക്കെ കുടിച്ച് പുറത്ത് ചുമ്മാ സംസാരിച്ചിരിക്കുകയായിരുന്നു. അതൊന്നും പിന്നെ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന വ്ളോഗിൽ കാണിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഇനി അവിടെ പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് പുലർച്ചെ വരെ സംസാരിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കും. അതുതന്നെയാണ് ഇത് സംഭവിച്ചത്. അത് ഞാൻ വീണ്ടും കാണിച്ച് നിങ്ങളെ ചടപ്പിക്കുന്നില്ല. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.